എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. പിന്നെ ഇവർ രണ്ടും കൂടെ നമ്മളെ നിർബന്ധിച്ചാണ് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയത്. ഇതൊന്നും അവിടുത്തെ ഈ ആക്ടിങ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് 9 മിനിറ്റ് തരും. ഈ 9 മിനിറ്റില് 3 രസം അഭിനയിച്ച് കാണിക്കും. ശോകം, രൗദ്രം, ഹാസ്യം. ശോകം ഒരു 3 മിനിറ്റ് അഭിനയിച്ചത് ഹരിശ്ചന്ദ്ര മഹാരാജാവ് നാടും വീടും കൊട്ടാരവും ഉപേക്ഷിച്ച് പോകുന്നത്. അത് കഴിഞ്ഞ് രൗദ്രം, ഇയാൾ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചൊരു കാമുകിയെ കാണാൻ പെട്ടെന്ന് ചെല്ലപ്പോൾ അവൾ വേറൊരുത്തനാണ് സല്ലപിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇയാൾക്ക് ദേഷ്യം വന്നു. ഇയാൾ അവിടെ കുറേ ഷൗട്ട് ചെയ്ത് കുറേ ഡയലോഗ്സ് പറയും. അത് ഇഷ്ടം പോലായിരുന്നു. ഞാൻ തന്നെ പറഞ്ഞതാ. അപ്പം തോന്നി തട്ടിവിട്ടെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഹാസ്യം SP പിള്ള, മുതുകുളം അവരുടെ കാലഘട്ടമായിരുന്നു. അവരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഉള്ള വേറെ ഇത് കാണിച്ചു. അവസാനം റിസൾട്ട് വന്നപ്പോൾ എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോൾ പിറ്റുന്ന പേപ്പറിൽ പേരൊക്കെ വന്നു. ഓരോരുത്തരെ ക്ഷണിക്കാൻ തുടങ്ങി. അന്ന് തന്നെ C. പരമേശ്വരമുള്ള അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഹാവ് യു ടേസ്റ്റ് ഫോർ ഫിലിംസ്, then I will give a letter, you can see a gentleman. അങ്ങനെ CA തന്ന ഈ എഴുത്തുമായിട്ട് ഞാനൊരു പ്രൊഡ്യൂസർ പോയി കണ്ടു. മിസ്റ്റർ KM മേനോൻ. ആ കാലഘട്ടത്തിലൊരു വലിയ പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹം ത്യാഗസിംഹ എന്ന കൂടെ എടുത്തുകൊണ്ട് ഇരിക്കുന്ന അവസരം. അത് പടം, അതിൻ്റെ കഥ എഴുതി K. ബാലകൃഷ്ണനാണ്. K. ബാലകൃഷ്ണൻ എനിക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്. അപ്പോൾ അതിൽ ഒരു പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ സത്യനും ഞാനും കൂടെ അഭിനയിക്കുന്ന ഒരു പടമാണ്. ആദ്യമാണ് മിസ്റ്റർ സത്യൻ ഞാനും കൂടെ ഒരുമിച്ച് പരിചയപ്പെടുന്നതും ഒരുമിച്ച് അഭിനയിക്കുന്ന പടം. പക്ഷെ ഞങ്ങൾ റിഹേഴ്സലൊക്കെ നടത്തി വെച്ചു. അദ്ദേഹത്തിൻ്റെ 2000-3000 അടി എടുത്തു സത്യൻ്റെ. എൻ്റെ എടുക്കാൻ സാധിച്ചില്ല ഈ ത്യാഗസിംഹ എന്ന പടത്തിൽ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് സേലത്തിൽ നിന്നൊരു ടെലഗ്രാം കിട്ടുന്നത്. മരുമകൾ എന്ന് പറഞ്ഞ ഈ മലയാള പടത്തിലെ കഥാനായകനായിട്ട്. അങ്ങനെ ആ ടെലഗ്രാം കിട്ടി. ഞാൻ നേരെ അവിടെ ചെന്നു. സേലത്താണ് ആദ്യമായിട്ട് ഹരിശ്രീ കുളിക്കുന്നത്. തമിഴ്നാട്ടിലാണ്, സേലം രത്ന സ്റ്റുഡിയോ. അവിടെ ചെന്നു. ഡയറക്ടറെ പരിചയപ്പെടുത്തി. മിസ്റ്റർ ചാരി എന്ന് പറയുന്ന ഒരാൾ. പടം അഭിനയിച്ചു. കുറച്ച് ദിവസം എനിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചുള്ളൂ. ഒരു ഹോം സിക്നെസ് ഒന്ന് ഞാൻ തിരിച്ചു വന്നു. ആ പടം ശരിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാനൊന്നും എനിക്ക് സാധിച്ചില്ല. പടം റിലീസായി ഭയങ്കര ഫ്ലോപ്പായി. പടം വലിയ പരാജയമായി. പക്ഷേ ഇത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ KNK ആലപ്പുഴ ശ്രീ കുഞ്ചാക്കോ ശ്രീ കോശി രണ്ടുപേരുണ്ട്. കുഞ്ചാക്കോ കോശി KNK. അവർ ജീവിത നൗകയൊക്കെ എടുത്ത് വലിയ പ്രസിദ്ധീകരിക്കുന്ന അവസരം. അപ്പം അവരുടെ നെക്സ്റ്റ് പടമാണ് വിശപ്പിൻ്റെ വിളി. അതിലെന്നെ നായകനായിട്ട് വിളിച്ചു. അതിൽ കോൺട്രാക്ട് സൈൻ ചെയ്തു. അത് മലയാളം, തമിഴ്, തെലുങ്ക് അങ്ങനെ 3 വർഷമാണ്. 3 ഞാൻ തന്നെ ഹീറോ. അത് തെലുങ്ക് തമിഴെന്ന് പറഞ്ഞിട്ട് എന്തായാലും പറഞ്ഞ് കാണാതെ പഠിക്കും. ഇപ്പോൾ ഉള്ള ഈ ചില ആർട്ടിസ്റ്റൊക്കെ മലയാളത്തിൽ അഭിനയിക്കുന്ന മാതിരി. അത് കഴിഞ്ഞ് അച്ഛൻ എന്നൊരു അച്ഛൻ എന്ന് പറഞ്ഞൊരു പടം. അത് മലയാളവും തമിഴും തെലുങ്കും. അതായത് അച്ഛൻ എന്ന് വെച്ചാൽ അച്ഛൻ മലയാളം, തന്തൈ തമിഴ്, തൻട്രി തെലുഗു, അങ്ങനെ. അത് 3 വർഷമാണ്. അത് ഞാൻ തന്നെ അഭിനയിച്ചത്.